ഇന്നത്തെ വീഡിയോ അവിൽ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയുമാണ്, എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അവിലിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവിലിൽ നമുക്ക് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒന്നാണ് അവിലിലാണെങ്കിൽ നല്ലപോലെ തവിടടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണിത്. ഞാൻ പുട്ടിനായിട്ട് കുറച്ച് അവിലെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1.5 കപ്പ് അവിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവിലൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അവിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അങ്ങ് പൊടിച്ചെടുക്കരുത്, ഒരു തരിയോട് വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ. ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അവിലാണെങ്കിൽ നല്ല രീതിയിൽ അയൺ കണ്ടൻ്റൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ അവിൽ. അതുപോലെ തന്നെ ഇതിൽ അയൺ കണ്ടൻറ്റ് മാത്രമല്ല, സിങ്ക്, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു കാര്യമാണ് ഈ അവിൽ. നമ്മുടെ വയറിനായാലും ഒക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു ഫുഡാണ് ഈ അവിൽ. പണ്ടൊക്കെ എല്ലാവരും കഴിക്കും, ഇപ്പോൾ ആർക്കും വേണ്ട അവിൽ. ഞാനിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ തേങ്ങയുടെ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് കുഴച്ച് കൊടുക്കണം. അവിലായതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നനഞ്ഞെടുക്കുക. അത് നോക്കി വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ എടുക്കുന്ന അവിലിന് കണക്കാക്കി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് അളവും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ആ തേങ്ങയുടെ നനവിലൊന്ന് ആദ്യം ആ ഉപ്പും ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കുക. ഇത് അമിതവണ്ണം ഉള്ളവർക്കും പ്രമേഹം ഉള്ളവർക്ക്, കൊളസ്ട്രോള്, ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഫുഡായിട്ടൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അവിൽ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ വെള്ളത്തിൽ നമ്മളൊന്ന് നനച്ചെടുക്കും. വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിച്ച്, അവിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെള്ളം കുടിക്കും. നന്നായിട്ട് ഞാൻ ആ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ അത്രയും വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് നനഞ്ഞുണ്ട. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ആ വെള്ളം എല്ലാം അങ്ങ് വലിയും അങ്ങ്. ഈ രീതിയിലായിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മളത് നനച്ചെടുക്കാനും. ഇനി നമുക്ക് പുട്ടിൻ്റെ അച്ചിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ആവിയൊന്നും തോനെയൊന്നും കയറ്റണ്ട, ജസ്റ്റ് ഫസ്റ്റ് ടൈം ആവി വരുമ്പം തന്നെ നമുക്കിത് മാറ്റാം. അവിലൊന്നും വേവുള്ളതല്ല, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും നമുക്ക്. ഞാൻ ആദ്യം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി അവിൽ നനച്ചയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ അവിൽ. നമ്മൾ ഇതേ രീതിയിലൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അവിലിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണേ.
നമുക്കിതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ, കുറേ ആവി കയറ്റരുത്. അവിലാവുമ്പോൾ പെട്ടെന്ന് ആവിയിൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒത്തിരി ആവി കയറ്റരുത്. ഫസ്റ്റ് ആവിയിൽ തന്നെ നമ്മളിതങ്ങ് എടുക്കണത്. ഇതിപ്പോൾ എന്താ ഇപ്പം നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.